ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ കൃതി ബേബീനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കൃതി ബേബീൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം എനിക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൃതി ബേബീനെ ഒന്ന് ഒരുക്കിയെടുക്കണം. ഇനി പൊട്ട് തൊടണം. കണ്ണ് എഴുതലില്ല കുട്ടീൻ്റെ, ജന്മന എൻ്റെ കുട്ടി കണ്ണ് എഴുതാൻ സമ്മതിക്കലില്ല. പിരികൊന്ന് എഴുതി കൊടുക്കണം, പൊട്ടിടണം, ഒന്ന് മുടി ചെയ്ത് കൊടുക്കണം, ഒരു എയർ ബാൻഡേജ് കൊടുക്കണം. അത്രേനുള്ള കൃതി ബേബീൻ്റെ കാര്യം. അപ്പോൾ അത് അവളൊന്ന് ഒരുക്കി കഴിയട്ടോ. അച്ഛനെ കൊണ്ടുപോവാ അമ്മച്ചനെ. ജനലിൻ്റെ അപ്പുറം സൈഡ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് പറയണം അമ്പലത്തിൽ പോവാന്നൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങൾ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര സെർച്ചിങ്ങിലാട്ടോ, പൊട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരഞ്ഞപ്പോൾ എനിക്ക് ആ പൊട്ട് കിട്ടി. സംഭവം ഞാൻ തിരഞ്ഞ പൊട്ട് ഇതല്ല, വേറൊരു പൊട്ടാണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിയ പൊട്ടാണ്. കൃതി ബേബിക്ക് പൊട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ആ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പിന്നെ അത് പറിച്ചെടുക്കും. കൺമഷി കൊണ്ട് എഴുതി കൊടുക്കേണ്ട കരുതിയിട്ട് ഞാൻ പിന്നെ അതിനോട് ഇതാക്കിയത്. ആളെ രാവിലെ തന്നെ കുളിപ്പിച്ചുകൊണ്ടാണോ എന്താവോ ജലദോഷത്തിൻ്റെ സിമ്പിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തുമ്മലുണ്ട്, കാറലുണ്ട്, മൂക്കുന്നൊലിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിരികൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് സെറ്റാക്കി എടുക്കുക. എങ്ങനെയുണ്ട് എൻ്റെ കുട്ടി? ചെറുക്കല്ലേ, മൂക്കുന്ന ഇങ്ങനെ ഒലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഫുള്ളും ഒലിച്ച് പോകണം, എന്നാൽ പിന്നെ ഒന്ന് സുഖമായിക്കോളും. ഇനിയിപ്പോൾ ഞാൻ മാല പുറത്തിടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ, അപ്പോൾ അത് പുറത്തേക്ക് ഇടാൻ തന്നെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ കരുതി ഡ്രസ്സൊന്ന് മാറ്റാം. എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സ് എനിക്ക് പറ്റൂല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ മാറ്റും. അങ്ങനെ എനിക്ക് പറ്റണ വരെ ഞാൻ അങ്ങനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കും. അത് എൻ്റെ മാത്രം സ്വഭാവമാണോ എനിക്കറിയില്ല. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഏട്ടൻ പറയും, ഇത് ഫുള്ള് റെഡി ആയിട്ട് എന്നെ വിളിച്ചാൽ മതി, കാരണം എനിക്ക് റെഡി ആവാൻ കുറേ സമയം വേണം. കാരണം എനിക്ക് എൻ്റെ ശരീരത്തിന് പറ്റും, അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഞാൻ റെഡിയാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്നുള്ള രീതിക്കാണെങ്കിൽ ഞാൻ ഒരുങ്ങി കെട്ടി പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, മുടിയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു തലയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്നുണ്ടായ തീരുമാനമാണല്ലോ. അപ്പോൾ നേരത്തെ കുളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുക്കങ്ങളൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിടും, കണ്ണെന്ന് എഴുതും, പിന്നെ സിന്ദൂരൊന്നിടും, അത്ര തന്നെ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതാ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ പോലത്തെ നോർമലി ആളുകളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരെ എണ്ണം കുറവായിരിക്കും. ഞാൻ അങ്ങനെ ഏട്ടനോട് പറയും, നല്ല വെളുപ്പും നല്ല ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ നല്ല ക്ലിക്കായി എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാനിതാ കമ്മൽ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് വീട്ടിൽ നിന്ന് ഇടുന്ന സ്റ്റെഡാണ്. അപ്പോൾ ഞാനൊരു തൂങ്ങലുള്ള കമ്മലിടാൻ കരുതി. അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ട് കൃതി ബേബിനോട് ചോദിക്കുകയാണ്, കൃതി ബേബിക്ക് ഇതിലേതാണ്, ഇത് വേണോ കുഞ്ഞാ, ഇത് വേണോ, ഭംഗി ഏതാ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി ഞാനൊരു കമ്മലടി സെറ്റാക്കി. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോയാലുള്ളൂ, അപ്പോൾ അത് ആ കമ്മലൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഫുള്ളും സെറ്റായി റെഡി ആയിക്കുന്നു. ഇനി അമ്മ ഒന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ പോകാമായിരുന്നു. ഇതാ നല്ല വെയിലാട്ടോ രാവിലെ തന്നെ. ഇന്നലെയൊക്കെ നല്ല മഴയാണ് ഈ ഒരു സമയത്ത്. കൃതി ബേബി ഇതാ ഒരുക്കി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 8 മണിയാവാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ കരുതി ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നാട്ടോ. അപ്പോൾ ഞങ്ങളിതാ റോട്ടിലേക്ക് ഇറങ്ങി അമ്മമ്മ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് കൃതി ബേബി ചെരുപ്പിട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകാനുള്ള ടൈമും കാര്യങ്ങളില്ല, ബസ്സും വരാനായിട്ടില്ല. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പ്രസാദവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കൃതി ബേബിക്ക് കൊടുത്ത് അവളവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രസാദത്തിന് വേണ്ടിയിട്ടോ വരിക. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് പായസനോ അല്ലെങ്കിൽ ശർക്കരയും തേങ്ങ ഇട്ടിട്ടുണ്ടാവും. ഇന്ന് പായസനോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറഭാഗം. ഞങ്ങളവിടെ പുറത്ത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോയി വന്നപ്പോൾ മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുക. ഫുള്ളും കട്ടുമിട്ടും ബേബി. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എല്ലാ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഐ എം എ ഫ്രീ പാഡ്, ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ പണികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങളിത് അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ.
ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിച്ച് നിൽക്കണം. എങ്ങോട്ട് പോയിന്നത്? നമ്മൾ എങ്ങോട്ടാ പോയിന്നേ? അമ്പത്തിക്കോ? കുഞ്ചിവാവ വേണമെന്നോ? ഒരു കുഞ്ഞിവാവൻ എന്നെ കൊണ്ടുതന്നെ മച്ച കുടിക്കുന്നു നോക്കട്ടെ തന്നെ. ഈ കുഞ്ഞിവാവ മാറ്റിയിട്ടോ നമുക്ക്. അപ്പോൾ തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു നിന്നു. അപ്പോൾ അതാ അമ്മമ്മയും മോളും പീടിയേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കട്ടെ, സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ ഇത് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് അലക്കിയിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3-4 ദിവസത്തെ കൈക്കൽ തുണിയുണ്ട്, അതായത് നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, ചവിട്ടണത്, എന്താണ് അടുക്കള ഭാഗമൊക്കെ തുടയ്ക്കുന്നത്, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഫുള്ളും അരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ പണി ഒരുക്കുക. അല്ലെങ്കിൽ ഭയങ്കര ഗതികേടാണ് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ഫുൾ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വേഗം ചിടപെട എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബിരിയാണി ദമ്മിടാൻ പോവുക കേട്ടോ. നല്ല കണലുണ്ട്, അപ്പോൾ ആ ദമ്മിൽ അങ്ങോട്ട് കടന്നോട്ടെ, അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ കരുതിയിട്ട് അങ്ങനെ ദമ്മിടുന്നൊക്കെ. ഇനി ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് തുഴഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂട് കയറിക്കോളും, അല്ലെങ്കിൽ അതങ്ങനെ ചൂട് കെട്ടുപോകും. അപ്പോൾ കൃതി ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആൾ ഓടിയിട്ടുണ്ട്. ഇനി കോക്കമ്പരലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിട്ട് നമ്മളെ ബിരിയാണിയും ചിക്കനൊന്ന് കുറച്ചുള്ളതിന് ഇന്നലത്തെ ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച ചിക്കനാണ്, തൈരും. അപ്പോൾ ഇതാണ് ഇട്ടെന്ന് ദാരിദ്ര്യത്തിന് ഒരു കുറവില്ല. എന്നാൽ പിന്നെ ചിക്കനും നെയ്ച്ചോറും ബിരിയാണിയൊക്കെയാണ്. അരി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ചിക്കൻ്റെ ഡാണി കുത്തും. ആളെതവിടെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ആളെ പിടിച്ച് ഉറക്കാനുണ്ട്. നമ്മൾ അതാ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛനും കളിക്കുക. ഫോണ് കിട്ടിയോണ്ട് പിന്നെ എല്ലാവർക്കും ഫോൺ കളിയില്ലേ. പുതിയ ബേബി ആണെങ്കിൽ അപ്പുറത്തും ഇങ്ങനെ വണ്ടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫുള്ളും ഇതൊക്കെ ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വലിച്ചിട്ട് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി മടക്കി വെക്കണം. കൃതി ബേബി ഇതാ മുട്ടായും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. നല്ല വെയിലാട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. വെയിലായിട്ട് ഫുള്ള് അലക്കിയിട്ട് കേട്ടോ. ഇതൊക്കെ മടക്കി വെക്കാനാണ് സീൻ. വീഡിയോ എടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണോ വീട്ടിലുണ്ടാവുക അതേപോലെ ആയിരിക്കും കേട്ടോ. ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഒന്നും ചെയ്താണ്ടില്ലേ, അങ്ങനത്തെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടില്ലേ, വിയർത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ. കാരണം ഇല്ല, പക്ഷേ ഈ ഒരു വീഡിയോക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുഖത്തുള്ള കുരു വന്നതിൻ്റെ ഡോട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കരുതിയിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പിന്നെ ഓരോ ടൈമിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ അതിൻ്റെതായതൊന്നും ചെയ്യാനും നിൽക്കാനൊന്നും കഴിയില്ലല്ലോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. മാറ്റേക്കത് ഞങ്ങൾ വിരിയും ഇതൊക്കെയാണ്. അമ്മേൻ്റെ സാരി കളക്ഷനാണ്. ഇതല്ല കേട്ടോ, ഇതിനെക്കാട്ടും കൂടുതലുണ്ട്. ഫുള്ളിങ്ങനെ കെട്ടി വെച്ചിരിക്കണം. ഇതൊക്കെ ഒരുപാട് പഴക്കം വന്ന സാരികളാട്ടോ ഫുള്ളും. ഈ പച്ച സാരിക്കൊക്കെ എത്ര ഉണ്ടാവല്ലോ, ഒരു 17-18 14-15 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെ അതിൻ്റെ മേലേക്ക് ഇത് 18 കൊല്ലമായിട്ടുണ്ടാവും. ഈ ഒരു മഞ്ഞ കളർ അങ്ങനെ ഫുള്ളും. ഇതൊക്കെ ഇതുമല്ല, ഇനി വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന സാരിയാണ്. ഇത് ഞങ്ങൾ ഓണത്തിന് വിഷുവിന് അങ്ങനെ എടുത്തെടുത്ത സാരികളാണത്. ഇത് നമുക്ക് അടച്ച് പൂട്ടി വയ്ക്കാം. അപ്പോൾ ഈ സാരിയൊക്കെ വെച്ച് നമുക്ക് ചുരിദാറും കാര്യങ്ങളൊക്കെ അടിക്കാം. പക്ഷേ ചുരിദാറും കാര്യങ്ങളും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ തന്നെ എങ്ങനെ ആയാലും ഒരു 500 റുപ്യ ഒക്കെ. അപ്പോൾ അതിന് നല്ലത് റെഡിമെയ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിച്ചത് കിട്ടും. എങ്ങനെ ആയാലും ഒരു 300-ൻ്റെ ഉള്ളിൽ ഒതുങ്ങണതൊക്കെ ഉണ്ടാവും. സിമ്പിളായിട്ട്, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ അമ്പലത്തിൽ പോണൊരു ഇത് കണ്ടില്ലേ, അതിലെ ആ ഒരു ചുരിദാർ എത്ര റുപ്യേൻ്റെ അറിയാം. വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതിന് 250 റുപ്യ ഉള്ളതിനാണ്.
ആ ഒരു ഞാൻ ഫസ്റ്റ് ഇട്ടൊരു ഗ്രീൻ കളർ ചുരിദാറുണ്ടല്ലോ, അതിനും സെയിം റേറ്റിന്, അതിന് 300 സംതിങ്ങും ഇതിന് 200 സംതിങ്. ഞാനങ്ങനെ വലിയ വിലേൻ്റെ കാര്യങ്ങളൊന്നും ഇടലില്ല, സിമ്പിൾ. ഒന്നാമത് നമുക്ക് ദുട്ട് മണി പെണ്ണം. അച്ഛൻ്റെ തൊപ്പി വെച്ചേക്ക. എൻ്റെ കുട്ടിക്ക് മൂക്ക് വലിക്കുന്നുണ്ട്, ജലദോഷം പിടിച്ചിക്കണുണ്ട്, മൂക്കൊക്കെ തന്നെ ആകെ തായാണ് അല്ലേ. ഇനി ഞങ്ങൾ വാവ് ഉറങ്ങിയിട്ട് വേണം എനിക്കതൊക്കെ മടക്കി വെക്കാൻ. വാവ് ഉറങ്ങല്ലേ? വാവ് ഉറങ്ങ. 2.5 വയസ്സായി, ഇന്ന് വരെ എൻ്റെ കുട്ടി ഇഞ്ഞ കുടി നിർത്തിയില്ലല്ലേ, കുഞ്ഞിഞ്ഞ കുടി. വാവ് ഉറങ്ങ. ജനലടയ്ക്കേണ്ട, ജനലടച്ചില്ലെങ്കിൽ ഭൂതം വരുമല്ലോ. ഭൂതമൊന്നും വരൂല, അത് ആകെ മുഖം ഇതായിനല്ലോ കുഞ്ഞാ. വന്ന് വാവ് ഉറങ്ങിക്ക. വാ, ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ. ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പറയും. ഉറക്ക പറ, ലൈക്ക് ചെയ്യണം പറ. സബ്സ്ക്രൈബ് ചെയ്യണം പറ. ഞങ്ങൾ പുതിയ നല്ല വീഡിയോ ഇടുക പറയും. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല വീഡിയോ ഇടാ പറയും. അപ്പോൾ ഗായ്സ്, ടാറ്റ ബൈ ബൈ സി യു. ടാറ്റ ബൈ ബൈ സി യു അറിയും. ഒരു ഉമ്മ എടുത്തോളാം. ബൈ.